ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് ഞാൻ എന്തായാലും പറയാനായിട്ട് പോണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലൊക്കെ പുതിയ അപ്ഡേറ്റുകളൊക്കെ എന്തായാലും വന്നേക്കാണ്. ഓക്കെ അപ്പോൾ അവിടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ സത്യത്തിൽ വന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ IBD 3D പ്ലഗിങ് ആപ്പിലുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലുകളൊക്കെ എന്തായാലും അപ്ഡേറ്റുകളൊക്കെ വന്നേക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പുകളൊക്കെ എല്ലാവരും എന്തായാലും അപ്ഡേറ്റുകളൊക്കെ ചെയ്യുക, എന്നാലേ ഇതിൽ വന്ന പുതിയ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ അനിമൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പക്ഷേ വെഹിക്കിൾസിൻ്റെ ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെ പുതിയൊരു വണ്ടികളൊക്കെ വന്നിട്ട് എന്തായാലും ഉണ്ട്. ഇതെന്തോ ഒരു പിഗ് കാർ അങ്ങനെ എന്തോ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു പന്നിയുടെ ഷേപ്പിലുള്ള ഒരു കാറുകളൊക്കെയാണ്. അത് നമ്മളെന്തായാലും ഓൾറെഡി അല്ലാതെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലെയർ മോഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു പ്ലെയറും കൂടെ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേസ്. പുതിയൊരു ക്യാരക്ടറും കൂടെ എന്തായാലും നമ്മുടെ ഗെയിമിൽ കണക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത് ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നമുക്കെന്തായാലും നോക്കിയാൽ രണ്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മുടെ ഗെയിമിൽ കണക്ക് എൻ്റർ ആയി നോക്കി എന്താണ് സംഭവം നോക്കി വെക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഗെയിമിൽ കണക്ക് നൈസായിട്ട് എന്തായാലും എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മുടെ ഒരു പിഗിൻ്റെ ഒരു കാറ് കണക്കാണ്. അതിൻ്റെ കോഡെന്ന് വെച്ചാൽ ഗൈസ് 21 കണക്കാണ്. ഫസ്റ്റ് നിങ്ങൾ എന്തായാലും പ്ലഗിങ് ആപ്പിൽ നിന്ന് ഒരു വണ്ടി എല്ലാം തന്നെ എന്തായാലും എടുത്ത് വെച്ചിരിക്കുക. ഫുള്ളായിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ എന്തായാലും ഫുള്ളായിട്ട് സെറ്റാക്കി എന്തായാലും വെച്ചിരിക്കുക. പക്ഷെ എൻ്റെ മോനെ നൈസായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് വെച്ചാൽ, ഇൻറ്റീരിയറൊക്കെ പൊളിയാണ്. അതേപോലെ ഗൈസ് ഈ ഒരു പിഗ് കാറുകളൊക്കെ നല്ല ഓടിക്കാനായിട്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പന്നിയുടെ ഷേപ്പിലുള്ള ഈ ഒരു കാറുകളൊക്കെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാനായിട്ട്. എന്തായാലും നൈസായിട്ട് നല്ല ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള വണ്ടി പോലെ ഇത് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നല്ല പറ്റുന്നതാണ് ഗൈസ്. നൈസായിട്ടുള്ളൊരു കാറാണ് കേട്ടോ, ഒരു പന്നിയുടെ ഷേപ്പിലുള്ളൊരു കാറാണ്. എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു പിഗ് കാർ കൊണ്ട് എന്തായാലും തിരിച്ചെന്തായാലും വീട്ടിൽ പോകാം. നമുക്കെന്തായാലും നമ്മുടെ ക്യാരക്ടറും കൂടെ എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലൊക്കെ പുതിയതായിട്ട് വന്ന ക്യാരക്ടർ എന്ന് പറയണത്. ഇതെന്ത് ക്യാരക്ടറാണെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്കെന്തായാലും മറ്റേ ഒരു ഡ്രോൺ മോഡ് എടുത്ത് എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം ഗൈസ്. എന്നാലും മനസ്സിലാവുമോ എന്തിൻ്റെ ക്യാരക്ടറുകളൊക്കെയാണെന്നൊക്കെ. ഞാൻ ഇവിടെ ഇപ്പോൾ ഡ്രോൺ മോഡ് എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ഏത് ക്യാരക്ടറാണ്? മുഖം കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല ഗൈസ്. നേരത്തെ നമ്മുടെ ഈ ഒരു ഗെയിമിലൊക്കെ നമ്മുടെ കരിമിനാട്ടിയുടെ ഒരു ക്യാരക്ടറുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിപ്പോഴും ഒന്നും ഉണ്ട് നമ്മുടെ കരിമിനാട്ടിയുടെ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് മിക്കവാറും ഏതെങ്കിലും ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ ഫേസുകളൊക്കെ ആയിരിക്കും. ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ ഏതാണ് ക്യാരക്ടറുകളൊക്കെ ആയിരിക്കും. നല്ല നൈസായിട്ട് എന്നാലും ഉണ്ട് കേട്ടോ, കാണാനായിട്ട് അടിപൊളിയായിട്ട് എന്നാലും ഉണ്ട് കേസ്. അപ്പം ഇതൊക്കെയാണ് കേസ് നമ്മുടെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ കണക്ക് വന്നിട്ടുള്ളത്. ഇത്രയോളം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ പുതിയൊരു കിടല വീഡിയോ ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. ഫ്രണ്ട്സിനടുത്ത് കൂട്ടുകാരത്തൊക്കെ മാക്സിമം ഷെയർ ചെയ്തോട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിടല വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.